അവൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, വിശുദ്ധ ദിവസത്തെ ഓർത്ത് ദൈവമേ ഞങ്ങളങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം മുഴുവൻ കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യവും കാവലും കൂട്ടായ്മയും ഞങ്ങളോട് കൂടെയിരുന്നു, ഞങ്ങളെ പരിപാലിച്ചു, വഴി നടത്തി. ഈ വിശുദ്ധ ദിവസത്തിൽ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ ആലയത്തിൽ ആയിരിക്കാൻ, അങ്ങയെ പാടി സ്തുതിക്കുവാൻ, അങ്ങയെ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. കർത്താവ്, യഥാർത്ഥമായിട്ട് ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയെ ആരാധിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ മനസ്സുകൾക്ക് ആശ്വാസത്തെ, സമാധാനത്തെ ഒക്കെ അവിടുന്ന് നൽകി വഴി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്ക് മഹത്വത്തിനുമായി 104-ാമത്തെ ഗീതം നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗീതം 104. ഹൃത്തിനോട് ഹൃത്തുകൂടി കർത്തൃനെഞ്ഞ് ചാരുക. ഹൃത്തിനോട് ഹൃത്തു
ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവരെ, ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെ എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും ദിവ്യ ചൊൽക്കുറികളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മോട് സമീപിച്ച് വന്നിരിക്കുന്ന ദൈവത്തോട് നാമും അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവും ആകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധി നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരും ആണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നാം നമ്മുടെ പാപം ഏറ്റുപറയുക. നമുക്കെല്ലാവർക്കും ഇരിക്കാം. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കഴിഞ്ഞ രാശിവട്ടക്കാലം മുഴുവൻ കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം നമ്മോട് കൂടെയിരുന്നു. കർത്താവ് നമ്മെ അതിശയകരമായി അത്ഭുതകരമായിട്ട് വഴി നടത്തി. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിരിക്കുന്ന എല്ലാവിധമായിട്ടുള്ള വീഴ്ചകളെയും കുറവുകളെയും പോരായ്മകളെയും നമുക്ക് ഈ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർക്കാം.
നമ്മുടെ എല്ലാ ബലഹീനതകളും പോരായ്മകളും കുറവുകളും അറിയുന്ന ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാനായിട്ട് ഒരുക്കമുള്ളവനാണ്. എപ്പോഴും നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി, നമ്മുടെ തിരിച്ചുവരവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആ ദൈവം നമ്മുടെ അനുതാപം, പശ്ചാത്താപം ദൈവം എപ്പോഴും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ എല്ലാവിധമായിട്ടുള്ള കുറവുകളെയും പോരായ്മകളെയും ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഏറ്റു പറയാം. അനുതാപ ഹൃദയത്തോടുകൂടി 9ാമത്തെ ഗീതം നമുക്ക് ആലപിക്കാം. എഴുന്നു ഞാൻ, എഴുന്നു ഞാൻ, എഴുന്നു ഞാൻ, എഴുന്നു ഞാൻ, എന്നാ പാവനെ ചേർന്നു അവനോട് പറയും ആപ്പാ ഞാൻ പാപം നിന്നോട് വനത്തോടും ചെയ്തുള്ളവൻ തന്നെ നിന്റെ പുത്രനെന്ന പേർക്കയോഗ്യനത്രേ ചേർന്നിടും ഞാൻ, യാചിക്കും ഞാൻ, തള്ളിടല്ല ആപ്പാ എന്നാപ്പാ. പാഠത്തിന് പിറകിലുള്ള 4ാമത്തെ അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സ്വർഗസ്വപിതാവേ, അരിഷ്ടപാപിലെ അടിയങ്ങൾ തിരുബുത്സംഗത്തോടെ സ്വീകരിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ഞങ്ങൾ തിരുകൽപ്പനകൾ പലപ്പോഴും പലവിധത്തിൽ ലംഘിച്ചിരിക്കുന്നു. ആഘാത വിചാരങ്ങളാലും വാക്കുകളാലും ക്രിയകളാലും പലവിധേന അവിശ്വാസം, നന്ദിയുടെ ചതി എന്നിവയാലും വേണ്ടുപോലെ സഹോദരന്മാരെ സ്നേഹിക്കാതിരുന്നാലും വളരെ പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ന്യായവിധിക്ക് നിത്യമരണത്തിനും കൂടെ യോഗ്യരായി തീർന്നിരിക്കുന്നു. ഈ സകല പാപങ്ങൾ നിമിത്തം ഞങ്ങൾക്ക് അനുതാപവും മനോവേദനയുമുണ്ട്. ഞങ്ങളുടെ കടങ്ങളെ കവിയുന്ന ദൈവകൃപയില ഉണ്ടായിരുന്നതും യേശുക്രിസ്തു മുഖാന്തരം സാധ്യമായതുമായ വിലയേറെ വീണ്ടെടുപ്പില്ലാതെ ഞങ്ങൾ യാതൊരു ആശ്വാസവും വഴിയും കാണുന്നില്ല. പരിശുദ്ധാത്മാവിനെ വിശദീകരിക്കണമെന്ന് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. പാപങ്ങളെ ഓർത്ത് ദൈവകരുണയും പാപമോചനം അന്വേഷിക്കുന്ന നിങ്ങളെല്ലാവരും സുവിശേഷത്തിലെ ആശ്വാസവചനം കേട്ടുകൊള്ളുവിൻ. കർത്താവ് താൻ തന്നെ നിങ്ങളോട് ഇപ്രകാരം പറയുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു പ്രകാരത്തിലും തലക്കിളകിയില്ല. നിങ്ങളുടെ പാപം ഇനി ഞാൻ ഓർക്കുകയുമില്ല. നിങ്ങളുടെ പാപം കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുസരിക്കുകയും ചെയ്യും. എന്നാൽ അനുതാപമില്ലാത്തവരോട് ദൈവത്തിൻ്റെ അരുളപ്പാട് ഇപ്രകാരമാകുന്നു: അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റൊഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തു നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം. എന്നാണ് ദുഷ്ടൻ്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്കിഷ്ടമുള്ളത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കാം.
സർവശക്തനായ ദൈവമേ, മനസ്സിലുള്ള പിതാവേ, ഞങ്ങളോടും സകല മനുഷ്യരോടും കാണിച്ചു വരുന്ന ദയാവാത്സല്യങ്ങൾക്കായി കൊള്ളരുതാത്ത ഞങ്ങൾ ഉള്ളഴിഞ്ഞ നന്ദി ഏറ്റവും താഴ്മയിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിച്ചു വരുന്നവനും ഈ ആയുസ്സിൽ അനുഗ്രഹിച്ചതിനും ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. എന്നാൽ എല്ലാറ്റിനും മീതെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ലോകത്തെ വീണ്ടെടുത്ത് അമൂല്യ സ്നേഹനിമിത്തവും തിരുവചനം, വിശുദ്ധ ചൊൽക്കുറികൾ, യേശു ക്രിസ്തു മുഖാന്തരം ലഭിക്കാനുള്ള തേജസ്സിൻ്റെ പ്രത്യാശ എന്നിവ ഞങ്ങൾക്ക് നൽകിയത് നിമിത്തവും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ പരമാർത്ഥമായ നന്ദി കാണിപ്പാനും തിരുസേവയ്ക്കായി ഞങ്ങളെ മുഴുവനും സമർപ്പിച്ചും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും ജീവിച്ചുകൊണ്ട് അധരങ്ങളാൽ മാത്രമല്ല നടപ്പിനാലും കൂടെ തിരുസ്തുതിയെ വർണ്ണിപ്പാനും തൃക്കാരുണ്യങ്ങൾ വേണ്ടുവണ്ണം ബോധിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇതൊക്കെയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. വാഴ്ത്തപ്പെട്ട പുത്രനെ പിതാവിനോടും പരിശുദ്ധാത്മാവോടും കൂടെ സദാകാലവും സകല ബഹുമാനവും മഹത്വവും ഉണ്ടാകട്ടെ. നാം നിൽക്കുമ്പോൾ തന്നെ 103 സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി നമുക്ക് ഏറ്റുപറയാം. സങ്കീർത്തനം 103, പേജ് നമ്പർ 216 പുറം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, അവൻ നിന്റെ ജീവനെ നാശിന്ന് വീണ്ടെടുക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പൊതുകി വരത്തക്കവണ്ണം യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു. അവനെല്ലായ്പ്പോഴും ഭർസിക്കുകയില്ല, അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും. ആമേൻ. സഭയ്ക്കിരിക്കാം. വേദപാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി 32 ഗീതത്തിൻ്റെ 1ഉം 2ഉം ചരണങ്ങൾ നമുക്ക് പാടാം. 32 ഗീതത്തിൻ്റെ 1ഉം 2ഉം ചരണങ്ങൾ. നിങ്ങൾ ദേവൻ പറയുന്നു, ആശ്വസിപ്പിക്കൻ ജനം. നിങ്ങൾ ദേവൻ പറയുന്നു, ആശ്വസിപ്പിക്കൻ ജനം. താൻ പോരാട്ടമിന്ന
സഭയ്ക്കിരിക്കാം. തൃത്വത്തിൽ പിന്നെ അഞ്ചാം ഞായറായ ഇന്നത്തേക്ക് വായിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ദൈവവചനങ്ങൾ പഴയ നിയമത്തിൽ ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം 4-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെയും 9-ാം അധ്യായം 23-24 വാക്യങ്ങൾ. പുതിയ നിയമത്തിൽ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുമുള്ള വാക്യങ്ങളാകുന്നു. പഴയ നിയമത്തിൽ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ടുകൊള്ളുവിൻ. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കുകയില്ലയോ? ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ? യെരുശലേമിലെ ഈ ജനമോ ഇടവിടാത്ത പിന്മാറ്റക്കാരായി പിന്മാറിയിരിക്കുന്നതും വഞ്ചന മുറുകെ പിടിച്ചുകൊണ്ട് മടങ്ങി വരുവാൻ മനസ്സില്ലാതിരിക്കുന്നതും എന്ത്? ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു, അവർ നേര് സംസാരിച്ചില്ല. അയ്യോ, ഞാൻ എന്തു ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിച്ചില്ല. കുതിര പടയ്ക്ക് പായുന്നതുപോലെ ഓരോരുത്തൻ താൻ്റെ വഴിക്ക് തിരിയുന്നു. ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലം അറിയുന്നു. കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ഞങ്ങൾ ജ്ഞാനികൾ, യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു. ജ്ഞാനികൾ ലജ്ജിച്ച് ഭ്രമിച്ച് പിടിപെട്ടുപോകും. അവർ യഹോവയുടെ വചനം ധിക്കരിച്ചു കളഞ്ഞുവല്ലോ. അവർക്ക് എന്തൊരു ജ്ഞാനമുള്ളൂ. 9-ാം അധ്യായം 23-24 വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ, യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിൽ അല്ലയോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ പഴയ നിയമ വേദഭാഗങ്ങൾ വായിച്ച് അവസാനിച്ചിരിക്കുന്നു. പുതിയ നിയമ വേദപാഠഭാഗം വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി നാം പാടിയ 32-ാം ഗീതത്തിൻ്റെ 4-ാമത്തെ ചരണം പാടാം. 32-ാം ഗീതത്തിൻ്റെ 4-ാമത്തെ ചരണം. ദൈവാത്മാവ് വന്നൂടാടി ദൈവക്കാറ്റ് തട്ടിയാൽ. ദൈവാത്മാവ് സഭയ്ക്ക് ഇരിക്കാം.
പുതിയ നിയമത്തിൽ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ. പിന്നെ അവർ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിൽ എത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്നു. കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. ഇവിടെ ഇന്നത്തേക്ക് വായിക്കുവാനുള്ള ദൈവവചനങ്ങൾ വായിച്ച് അവസാനിച്ചിരിക്കുന്നു. മനസ്സിലുള്ള പിതാവായ ദൈവം തിരുവചനത്തിൽ തൻ്റെ സമ്പൂർണ്ണ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കാനും ക്രിസ്തുവേശുവിൽ നമ്മെ തൻ്റെ സമൃദ്ധിയായ കൃപകൾക്ക് അംശികളാകുവാൻ ക്ഷണിച്ചിരിക്കാനും തന്നെയുള്ള വിശ്വാസം ഞാൻ പറയുന്നതിൻ്റെ പിന്നാലെയായി നിങ്ങളും സ്വീകരിച്ചൊല്ലുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അപ്പോസ്തല വിശ്വാസ പ്രമാണം സ്വീകരിച്ച് ചൊല്ലാം. സ്വർഗങ്ങൾക്കും ഭൂമിക്കും സൃഷ്ടാവായി സർവശക്തനായ പിതാവായിരിക്കുന്ന ദൈവത്തിങ്കൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാനാൽ മറിയ എന്ന കനിൽ ഉൽപ്പാദനായി ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന് കീഴിൽ കഷ്ടം അനുഭവിച്ചു, ക്രൂശിപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി, 3-ാം ദിവസം ഉയർത്തുന്നേറ്റു, സ്വർഗാരോഹണമായി സർവശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാരും വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാകുന്ന ശുദ്ധ സാധാരണ സഭയിലും നിത്യജീവങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. സഭയോട് അറിയിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ പൊതുവഴിപാടായിട്ട് ലഭിച്ചത് 9,666 രൂപ. ജന്മദിന സ്തോത്രദാനമായിട്ട് ലഭിച്ചത് 300 രൂപ. സൺഡേ സ്കൂൾ ഓഫർട്ടറി ആയിട്ട് ലഭിച്ചത് 603 രൂപ. അങ്ങനെയാകെ 10,569 രൂപ. KUT സെമിനാരി ഫിനാൻസ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഡോർ കളക്ഷനിലൂടെ നമുക്ക് ലഭിച്ചത് 13,700 രൂപ. ഒരു സഹോദരൻ സെമിനാരി ഫണ്ടിലേക്ക് നൽകിയത് 5,000 രൂപ. ഒരു സഹോദരി പൂർ ഫണ്ടിലേക്ക് സംഭാവനയായിട്ട് നൽകിയത് 2,000 രൂപ. ഈ പ്രിയപ്പെട്ടവരുള്ള സഭയുടെ നന്ദി സ്നേഹവും ഈ സമയത്ത് ദൈവനാമത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ സ്നാന ശുശ്രൂഷയിൽ സ്തോത്ര കാഴ്ചയായിട്ട് ലഭിച്ചത് 500 രൂപ. ഓപ്ഷനിലൂടെ ലഭിച്ചത് 1,850 രൂപ. 18/7/2025 വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ സ്തോത്ര കാഴ്ചയായിട്ട് ലഭിച്ചത് 450 രൂപ. പതിപോലെ വെള്ളിയാഴ്ച ദിവസം രാവിലെ 10:30 മണിക്ക് ഉപവാസ പ്രാർത്ഥനയും വൈകുന്നേരം 7 മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയും നടന്നു വരുന്നു. കഴിയുന്ന എല്ലാവരും ഈ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ചർച്ച് സ്ക്വയറിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ചർച്ച് സ്ക്വയർ മെമ്പേഴ്സും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. ഇന്ന് ആരാധനയ്ക്ക് ശേഷം യൂത്ത് ഫെലോഷിപ്പിൻ്റെ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ആരാധനയ്ക്ക് ശേഷം എല്ലാ യുവജന സഖ്യാംഗങ്ങളും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. വരുന്ന ഞായറാഴ്ച നേരത്തെ അനൗൺസ് ചെയ്തതുപോലെ സെൻട്രൽ സ്കൂൾ അർദ്ധവാർഷിക പരീക്ഷ നടത്തപ്പെടുന്നതാണ്. ടീച്ചേഴ്സ് ഇതിനുവേണ്ടി നല്ല ഒരുക്കങ്ങൾ ചെയ്യണമെന്ന് അറിയിക്കുന്നു.
സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ ഈ പരീക്ഷയിൽ പങ്കെടുക്കാൻ വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ബിഷപ്പ് സർക്കുലർ BP ബാർ 38/2025 അധ്യാപക ഒഴിവ്. CSI കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് കീഴിലുള്ള വടകര ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST മാത്സ് വിഷയത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഒരു അധ്യാപക ഒഴിവുണ്ട്. അപേക്ഷകർ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ സഹിതം 25/7/2025 10 മണിക്ക് സഭാ വികാരിയുടെ ശുപാർശ കത്തോടുകൂടി CSI റിട്രീറ്റ് സെൻറ്ററിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി എത്തേണ്ടതാണ് എന്ന് അറിയിച്ചിരിക്കുന്നു. സഭാമിത്രം ക്യാമ്പയിൻ. CSI മലബാർ മഹായിടവകയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ സഭാമിത്ര മാസികയുടെ വായനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് മാസം 3-ാം തീയതി പ്രത്യേകമായിട്ടുള്ള സഭാമിത്രം ക്യാമ്പയിൻ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ഈ സഭാമിത്രം വരിക്കാനായിട്ടില്ലാത്ത എല്ലാവരും സഭാമിത്രം നിങ്ങളുടെ ഭവനത്തിൽ അത് വരിക്കാരാകണം എന്ന് ഈ സമയത്ത് ദൈവനാമത്തിൽ അറിയിക്കുന്നു. നമ്മുടെ സഭാംഗമായ ജേശുദാസി മാടായി 90 വയസ്സ് 17/7/2025 രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അന്ത്യശുശ്രൂഷ 18/7/2025 വൈകുന്നേരം കൊടക്കൽ പള്ളി സെമിത്തേരിയിൽ നടത്തപ്പെടുകയുണ്ടായി. വേർപാടിൻ്റെ ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്ന കുടുംബത്തെ സഭാജനങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. സഭയുടെ അറിയിപ്പാനായിട്ടുള്ള കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയവരുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. ഡീന പൊന്നാങ്കുഴി, നിഷ ബിന്ദു അമേങ്കര, സാൻവി വർഗീസ്, ഷിനു ജോൺ കയപ്പ, എൽസൺ ഫെഡറിക് തുമ്പിപ്പുറം, ഹണി ജേക്കബ് മൺട്രോൾ, റിൻഡു നിവിൻ കുമരത്ത് വളപ്പിൽ, ഹെക്ടർ യോഹൻ കല്ലുവളപ്പിൽ, സുജാത വിജയൻ മുതിരവളപ്പിൽ, ബിനു ജോബോയ് നമ്പ്രത്ത്, സജിൻ വർഗീസ് പണ്ടാറപ്പറമ്പ, ഷബ്ന ഷെറിൻ കാരാട്ട്, ഓമന പുതിയടത്ത്, ഡാലിയ ഹാരിസൺ മണ്ണാമ്പറമ്പിൽ, കെവിൻ റെജിനോൾഡ് ചിറക്കൽ, ഷിജി KS കളരിക്കൽ, ഗ്ലാഡിസ് വിമൽ ചിറ്റിയാകം, സുനിൽകുമാർ അബ്രഹാം തയ്യൽ, റെജിനോൾഡ് സൈമൺ പണ്ടാറപ്പറമ്പ, സുജിൽ എഡ്വേർഡ് വിളയിൽ, ആൽവിൻ മണ്ണാമ്പറമ്പിൽ, ഷിബിൻ തിയോഫിലോസ് കളരിക്കൽ, രാജൻ ആൻ്റണി മുക്കിപ്പറമ്പിൽ, ആഷ്ന സൂസൻ ചിറക്കൽ, ഡോക്ടർ ഷാറിജ KP പരങ്ങത്ത്, ജോന ഏബൽ പരങ്ങത്ത്, ജോസഫ് രാജൻ മടത്തിൽ, അനിൽകുമാർ പല്ലാറ്റ്, കാതറിൻ ജോയ്സ് കുന്നംകോടി. ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അതുപോലെ വിവാഹ വാർഷികം കൊണ്ടാടിയവരെയും മറ്റ് പലവിധമായിട്ടുള്ള ദൈവകൃപകൾ ദൈവത്തിനും പ്രാപിച്ചവരെ നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കാം. 349-ാം ഗീതത്തിൻ്റെ 1-ാമത്തെ ചരണം. ഇന്നെൻ്റെ രക്ഷിതാവേ കഴിഞ്ഞു പിന്നെ ഇന്നെൻ്റെ രക്ഷിതാവേ കഴിഞ്ഞു പിന്നെയും ഒരാണ്ടുമാൽ പ്രയാണി കഴിഞ്ഞ വർഷവും നിൻ സ്നേഹമേ പ്രാർത്ഥിക്കും.
ഞങ്ങളുടെ ജീവൻ്റെ നാഥനും ജീവൻ്റെ പരിപാലകനുമായ സ്വർഗീയ പിതാവേ, കർത്താവേ, കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സഭയിൽ ജന്മദിനം കൊണ്ടാടിയ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവം അവരുടെ ജീവിതത്തോടു കൂടെ ഇരുന്നു. എല്ലാവിധമായിട്ടുള്ള ആപത്ത് അനർത്ഥത്തൊക്കെയും വിടുവിച്ച് കർത്താവ് അവരെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ പരിപാലിച്ച് ഒരു പുതിയ വർഷത്തിലേക്ക് അനുഗ്രഹിച്ച് കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് ദൈവമേ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഈ പുതിയ വർഷത്തിലും പ്രിയ മക്കളോട് കൂടെ ഇരിക്കുമാറാണമേ. അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട്, അങ്ങയിൽ ശരണപ്പെട്ടുകൊണ്ട്, ദൈവകൃപ അനുഭവിച്ചുകൊണ്ട്, ദൈവാനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ടായിരിക്കാൻ ഈ പുതിയ വർഷത്തിൽ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിക്കണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്നപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സഭയിൽ കഴിഞ്ഞ ആഴ്ചയിൽ വിവാഹവാർഷികം കൊണ്ടാടിയവരെയും ഞാൻ സമയത്ത് ഓർക്കുന്നു. ജീവിതത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രിയപ്പെട്ട മക്കളെ അങ്ങ് കുടുംബമായിട്ട് അനുഗ്രഹിച്ച് പരിപാലിച്ച് വഴി നടത്തി. അവരുടെ ജീവിതത്തിൽ ആവശ്യങ്ങളിലൊക്കെയും ദൈവ സാന്നിധ്യം കൂടെ ഇരുന്നതിനായിട്ട് നന്ദി കരേറ്റുന്നു. കുടുംബമായിട്ട് ഒരുമിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും ദൈവാനുഗ്രഹത്തോടും കൂടി ആയിരിക്കാൻ പ്രിയപ്പെട്ട മക്കളെ ദൈവമേടൊന്ന് സഹായിക്കണമേ. കർത്താവെ, കുടുംബമായിട്ട് പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിങ്ങളുടെ സന്നിധിയിൽ ദൈവകൃപകൾ, നന്മകൾ, വിടുതൽ, സൗഖ്യം ഒക്കെയും പ്രാപിച്ചുകൊണ്ട് നന്ദിയോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും ഞങ്ങളുടെ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കുന്നു. കർത്താവെ, അവരോടുകൂടെ തിരുസാന്നിധ്യം ഇരിക്കണമേ എന്നപേക്ഷിക്കുന്നു. തുടർന്നും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിക്കുമാറാണമേ. പ്രാർത്ഥന കേൾക്കുന്നതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നിങ്ങളോട് കൂടെ ഇന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വഴിപാടുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ 163 ഗീതം പാടാം. ഗീതം 163. എൻ്റെ രക്ഷകന് പാടി തൻ സ്തുതി ചെയ്യാതെയോ. എൻ്റെ രക്ഷകനു പാടി തൻ സ്തുതി ചെയ്യാതെയോ. എത്ര Avandre
ശേഷമൊക്കെയും അനിത്യം ദൈവസ്നേഹമേ സദാ മിത്രങ്ങൾക്കു വേണ്ടിയല്ല ശത്രുവേന്ന പ്രിഞ്ഞവൻ ചിത്രമേ പുത്രനെയും തന്നവൻ അക്കരേക്കടപ്പാൻ പാലം തക്കതില്ല വൻവീന ശേഷമൊക്കെയും തൽക്കാലം ദൈവസ്നേഹമേ സദാ സ്വർഗത്തോളം എൻ്റെ കാതിൽ മാർഗം ചൊല്ലി മന്ത്രിച്ചു ബന്ധം നീങ്ങു മറവാതിൽ അന്ധകാരെ തോന്നിച്ചു ഉള്ളുവാണു പേയിൻ ജാലം തള്ളുന്നുണ്ട് സത്യാത്മാ ശേഷമൊക്കെയും തൽക്കാലം ദൈവസ്നേഹമേ സദാ നമുക്ക് ഈ വഴിപാടുകളെ ദിവസത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടമായ സ്വർഗീയ പിതാവേ, ഇപ്പോൾ അർപ്പിച്ചിരിക്കുന്ന സഭയുടെ എളിയ കാഴ്ചയെ വിശുദ്ധീകരിച്ച് സുഗ്രാഹ്യമായ യാഗമായി സ്വീകരിച്ച് തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ഓരോരുവരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ അപ്പോസ്തലന്മാർ മുഖാന്തരം നമ്മുടെ കർത്താവ് നമ്മോട് അരുളിച്ചെയ്തിരിക്കുക. നമുക്ക് പക്ഷവാദം ചെയ്ത് പ്രാർത്ഥിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ ഞങ്ങൾ കേൾക്കണമേ എന്ന് സഭയ്ക്ക് പ്രതിവാക്യമായി പറയാം. കർത്താവെ ഞങ്ങളെ കേൾക്കണമേ. സാർവത്രിക തിരുസഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. സർവശക്തനും കാണിവാനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവേ, പ്രിയപുത്രനെ വിചാരിച്ച് തിരുസഭയെ കൃപയോടെ കടാക്ഷിക്കണമേ. തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തി, നിർമ്മലത എന്നിവയെ കാത്തുകൊള്ളുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നൽകി തിരുസഭയുടെ സാക്ഷ്യം സഫലമാക്കണമേ. അന്യമതസ്ഥർക്ക് വിശ്വാസവും മനസാന്തരം നൽകുകയും ഇസ്രായേലിൽ ചിതറിപ്പോയ ആടുകളെ ചേർത്തുകൊള്ളുകയും ചെയ്യണമേ. ഞെരുക്കത്തിലും പീഡനങ്ങളിലും ഇരിക്കുന്ന സഭകളെ ഞങ്ങൾ പ്രത്യേകമായി തുരുമ്പിൽ ഓർക്കുന്നു. ആ സഭകൾക്ക് ജ്ഞാനവും ബലവും ലോകത്തെ ജയിക്കുന്ന ജയമായ വിശ്വാസവും നൽകണമേ. ആമേൻ. നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളുടെ എല്ലാ മിഷൻ സംഘങ്ങളെയും സഭകളെയും ഐക്യസഭ മുഴുവനെയും അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ സഭയുടെ മൂപ്പയങ്ങളെയും പരിപാലക സംഘങ്ങളെയും സുന്നഹദോസിനെയും തിരുസേവയിലുള്ള എല്ലാ ശുശ്രൂഷകന്മാരെയും പ്രവർത്തകന്മാരെയും പരിശുദ്ധാത്മാനാൽ നടത്തണമേ. ആമേൻ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കുക. എല്ലാ ഭവനങ്ങളും കുടുംബങ്ങളും സമാധാനത്തിലും ഐക്യത്തിലും ഇരുപ്പാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും പോറ്റി വളർത്തുവാൻ ഏർപ്പെട്ടിട്ടുള്ളവരുടെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ മനസ്സ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ സത്യത്തിലേക്ക് നടത്തണമേ. അനാഥർ, വിധവമാർ, അഗതികൾ, പീഡിതർ എന്നിവരെ കാത്തു പുലർത്തണമേ. രോഗികൾക്കും വയോവൃദ്ധന്മാർക്കും മരണം അടുത്തവർക്കും സമീപസ്ഥനാക്കണമേ. ആമേൻ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. കൃപാനിധിയായ ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ മേലധികാരികളായ എല്ലാ ഭരണകർത്താക്കന്മാരെയും തൃക്കാവലിലും കൃപയിലും ഭരമേൽപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നിവരെ പരിപാലിച്ച് നടത്തണമേ. അധികാരസ്ഥന്മാരായ എല്ലാവർക്കും പക്ഷപാതം കൂടാതെ നീതിയോടെ ഞങ്ങളെ ഭരിപ്പാൻ ജ്ഞാനവും വിവേകവും നൽകണമേ. ഞങ്ങളുടെ ബാധകണ്ഠത്തെയും അതിലുള്ള നിവാസികൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരിലും കരുണയും സത്യവും സമാധാനവും നിലനിന്ന് പൊരുവാൻ തുണയ്ക്കണമേ. ആമേൻ. രോഗികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. നമ്മുടെ അറിവിലും പരിചയത്തിനുമുള്ള രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കാം. രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും ഓർത്തുകൊള്ളണമേ. അവർ തങ്ങൾക്കുള്ള ഭാരം ക്ഷമയോടെ വഹിപ്പാനും പൂർണ്ണമായി ദിവ്യ കൈകളിൽ ആശ്രയിപ്പാനും തിരുസാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുവാനും കൃപ ചെയ്യണമേ. മരണത്തിന് നീക്കം വന്ന് വിലാപവും കരച്ചിലും ദുഃഖവും തീർന്ന് നീ ഞങ്ങളുടെ സകല കണ്ണുനീരും തുടച്ചു കളയുന്ന നാൾ വേഗം വരുത്തണമേ. ആമേൻ. ദൂരസ്ഥരായ മിത്രങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. ദൈവമേ, ഞങ്ങളുമായി സ്നേഹബാന്ധവത്തിലായിരിക്കുന്ന എല്ലാവരെയും തിരുകരുണാകാവലിൽ ബരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ അംഗങ്ങളായി ഞങ്ങളിൽ നിന്നും അകന്ന് ദൂര രാജ്യങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരുടെ മധ്യേ സന്നിധാനം ചെയ്യണമേ. തിരുകൂട്ടായ്മ അകന്നിരിപ്പാൻ അവരാരെയും സമ്മതിക്കാതെ ധന്യവും പരിശുദ്ധവുമായ തിരുസംസർഗത്തിൽ ഞങ്ങളോടൊന്നിച്ച് അവരെയും കാത്തു സൂക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ലോകസമാധാനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. സകല മനുഷ്യരുടെ ഹൃദയത്തിൽ സമാധാനത്തിനായുള്ള ഉണ്മയായ ആകാംക്ഷ ഉജ്ജ്വലിപ്പിക്കണമേ. ഭൂമിയിലെ സകല വംശങ്ങളുടെയും നന്മയ്ക്കു വേണ്ടി കൂടിയാലോചിക്കുന്ന എല്ലാവരെയും നിർമ്മലവും സമാധാനപരവുമായ ദിവ്യജ്ഞാനത്താൽ വഴി നടത്തണമേ. യുദ്ധ മത്സരങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദൈവസ്നേഹത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് സർവ്വഭൂമിയും നിറയുമാറാക്കണമേ. ആമേൻ. ഒടുവിലായി നമ്മുടെ മരണനാഴികയും നാം ഓർക്കുക. വിശുദ്ധ ദൂതന്മാർ ഞങ്ങളുടെ ചുറ്റും പ്രളയമിറങ്ങി. ഇപ്പോൾ ജീവമാർഗത്തിന് പിന്നീട് ഞങ്ങളുടെ മരണനാഴികയിൽ ഞങ്ങളെ കാത്തുകൊള്ളുന്നതിന് സഹായിക്കണമേ. മഹാകാരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിനയമായി യാചിക്കുന്നത് കേൾക്കണമേ. ആമേൻ. ആമേൻ. തിരുവചന ധ്യാനത്തിന് നമ്മെ തന്നെ ഒരുക്കുന്നതിനായി 205 ഗീതം, അതിൻ്റെ 1, 2, 4 ചരണങ്ങൾ നമുക്ക് പാടാം. 205 ഗീതത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും 4-ാമത്തെയും ചരണം. നിൻ വഴിയെ ആകർഷിക്കുക. നിൻ വഴിയെ
നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം മൗനമായി നിന്ന് ദൈവത്തെ വാഴ്ത്തി പരിശുദ്ധാത്മാ മുഖാന്തരം സകല സത്യത്തിലും വഴി നടത്തുവാൻ അപേക്ഷിക്കുക. കരുണയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, കർത്താവേ, വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ ആലയത്തിൽ ആയിരിക്കാൻ, അങ്ങേ പാടി സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു. അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായിട്ട് നന്ദി കരേറ്റുന്നു. കർത്താവെ, അങ്ങയുടെ വചനത്തെ അല്പസമയം ധ്യാനിക്കുവാനും വചനത്തിലൂടെ സഞ്ചരിക്കുവാനും കർത്താവെ അതിലെ ആഴങ്ങളെ ഗ്രഹിക്കുവാനുമൊക്കെയും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഒരു വിശുദ്ധ ദിവസം കൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്ന കൃപയോർത്ത് ദൈവത്തിന് നന്ദി കരേറ്റാം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ആധാരവചനം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ എല്ലാ വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മളിന്ന് ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് ലാഭങ്ങളുടെയും നേട്ടങ്ങളുടെയും ലക്ഷ്യം മാത്രം വച്ചിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള ലാഭങ്ങളും നേട്ടങ്ങളും ആണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അത് സാമ്പത്തികം, സാമൂഹികം, സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, പദവികൾ, അധികാര മേൽക്കോയ്മ, ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള നേട്ടങ്ങൾ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മുടെ ജീവിതം അതിനുവേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി മാത്രം പരിശ്രമിക്കുന്ന, അതിനുവേണ്ടി മാത്രം സമയം ചെലവഴിക്കുന്ന, അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നത്, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ആ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പൗലോസ് നമ്മെ ഇവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പൗലോസ് ഒരു പരീശനായിരുന്നു. യഹൂദ മതത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളെക്കുറിച്ച് നമുക്ക് അറിയുന്നതാണ്.
റബ്ബിമാർ, ശാസ്ത്രിമാർ, പരീശന്മാർ, സദൂക്യർ, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ യഹൂദ മതത്തിലുണ്ട്. അപ്പോൾ ഈ പരീശൻ എന്ന് പറയുന്നത് അന്നത്തെ യഹൂദ സമൂഹത്തിൽ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു വിഭാഗമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. പൗലോസ് പറയുന്നത്, ഞാൻ എബ്രായരിൽ നിന്നും എബ്രായനാകുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. അതായത് പൗലോസിൻ്റെ, പ്രത്യേകിച്ച് യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ യഹൂദ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ പറയുന്നത്, ഞങ്ങൾ വളരെ ഐഡൻറ്റിറ്റിയിൽ ഞങ്ങൾ പ്യുവറാണ്, കലർപ്പില്ലാത്തവരാണ്, വംശീയമായിട്ടുള്ള വിശുദ്ധി. പൗലോസും ഈ ഒരു വാക്ക് തൻ്റെ ലേഖനങ്ങളിൽ പറയുമ്പോൾ, ഞാൻ എബ്രായരിൽ നിന്നും എബ്രായൻ എന്ന് പറയുമ്പോൾ തൻ്റെ ആ വംശീയമായിട്ടുള്ള പ്യൂരിറ്റിയെ ആണ് പൗലോസ് ഊന്നി പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്തരത്തിൽ പരീശനാണ്, യഹൂദനാണ്, എബ്രായരിൽ നിന്നും എബ്രായനായിട്ടുള്ളവനാണ്. അതുപോലെ തന്നെ പരീശൻ എന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പരീശൻ എന്ന് പറയുമ്പോൾ എല്ലാവിധമായിട്ടുള്ള നിയമങ്ങളെയും അതുപോലെ അനുശാസിക്കണം, അതുപോലെ ചെയ്യണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ് പരീശന്മാർ. അപ്പം ഞാൻ എബ്രായനാണ്, ഞാൻ എബ്രായനിൽ നിന്നും എബ്രായനാണ്, ഞാൻ പരീശനാണ് എന്നൊക്കെ പൗലോസ് പറയുന്ന സമയത്ത് പൗലോസ് അവിടെ തൻ്റെ ഐഡൻറ്റിറ്റിയുടെ പ്രാധാന്യത്തെ ഇതെല്ലാമാണ് എന്ന് പറയുകയാണ്. താൻ ഇത്തരത്തിൽ യഹൂദനാണ്, പ്യുവറാണ്, അതുപോലെ പാരമ്പര്യമുള്ളവനാണ്, തൻ്റെ പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്നവനാണ്, തൻ്റെ പാരമ്പര്യമായിട്ടുള്ള വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അതുപോലെ നിലനിർത്തണം എന്ന തീവ്ര മതവിശ്വാസമുള്ള ഗ്രൂപ്പിലുള്ളവനാണ് ഞാൻ. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് പൗലോസ് അന്നത്തെ ഏറ്റവും വലിയ ഗുരുവായിരിക്കുന്ന ഗമാലിയേലിൻ്റെ കീഴിലാണ് അഭ്യസിച്ചിരിക്കുന്നത്. അപ്പോൾ തൻ്റെ പാണ്ഡിത്യം എന്ന് പറയുന്നതും വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഗമാലിയേലിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവനാണ്. പിന്നെ പൗലോസിനെ കുറിച്ച് വീണ്ടും നമ്മൾ പഠിക്കുന്ന സമയത്ത് പൗലോസിന് 2 സിറ്റിസൺഷിപ്പുണ്ട്. അതായത് ജന്മം കൊണ്ട് പൗലോസ് ഒരു റോമൻ സിറ്റിസനാണ് എന്നതാണ്. ഇപ്പോൾ റോമൻ സിറ്റിസൺഷിപ്പുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരുപാട് അന്നത്തെ സമൂഹത്തിൽ പ്രത്യേകതയുള്ള പ്രിവിലേജ് ഉള്ള ഒരു പൗരത്വമാണ് റോമൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റോമൻ സിറ്റിസൺഷിപ്പ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം പ്രത്യേകതകൾ ഉള്ള ഒരുപാട് താൻ എന്ന തൻ്റെ ഐഡൻറ്റിറ്റിയിൽ ഒരുപാട് പ്രിവിലേജസ് ഉള്ള ഒരു വ്യക്തിയാണ് പൗലോസ്. എന്നാൽ ആ പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിൽ ഇതെല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഈ പ്രത്യേകതകളെല്ലാം, ഈ ക്വാളിഫിക്കേഷൻസ് എല്ലാം മോശമാണ്, തിന്മയാണ് എന്ന് പൗലോസ് പറയുന്നില്ല. എഡ്യൂക്കേഷൻ, അക്കാഡമിക്കലായിട്ടുള്ള എഡ്യൂക്കേഷൻ നല്ലതാണ്, നല്ല പാരമ്പര്യമുള്ളത് നല്ലതാണ്, നല്ല സംസ്കാരമുള്ളത് നല്ല കാര്യമാണ്. അതെല്ലാം ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ വളരെ നല്ലതാണ്. എന്നാൽ പൗലോസ് പറയുമ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ ജ്ഞാനം, ക്രിസ്തുവിലുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള എൻ്റെ അറിവ് ഇതിനെയെല്ലാം ദുർബലമാക്കുന്നു. ക്രിസ്തുവാണ് ഏറ്റവും വിലയുള്ളത്, മറ്റുള്ളതെല്ലാം അത്ര തന്നെ വിലയില്ലാത്തതാണ് എന്ന് പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പൗലോസിൻ്റെ ജീവിതത്തിൽ എവിടെയാണോ ദൈവത്തിന് അകന്നു പോയിട്ട് അവൻ എല്ലാ തെറ്റും ചെയ്തത്, ക്രിസ്തീയ വിശ്വാസികളെ അവൻ ആക്രമിച്ചത്, അവരെ ഉപദ്രവിച്ചത്, അങ്ങനെയുള്ള ഒരുപാട് യഥാർത്ഥമായ വിശ്വാസത്തെ മനസ്സിലാക്കാതെ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് വന്നു പോയിട്ടുണ്ട്. എന്നാൽ ഈ ക്രിസ്തുവിനെ, ഈ ക്രൂശിക്കപ്പെട്ടവനായ ഈ ക്രിസ്തുവിനെ അവൻ അറിഞ്ഞ സമയത്ത് അവൻ പറയുകയാണ്, ഈ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവാണ് എൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, എന്നിലുള്ള ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് ഞാൻ ക്രിസ്തുവിനെ അറിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാനസാന്തരവും വലിയ ഒരു മാറ്റവും നമുക്ക് പൗലോസിൻ്റെ ജീവിതത്തിലും പ്രവൃത്തിയിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്ന സമയത്ത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം
അതിൻ്റെ 7-ാം വാക്യത്തിൽ അവിടെ പ്രവാചകൻ പറയുകയാണ്, ആകാശത്തിലെ പെരുഞ്ഞാറ തൻ്റെ കാലം അറിയിക്കുന്നു, കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരുന്നതിനുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനം യഹോവയുടെ ന്യായം, യഹോവയെക്കുറിച്ചുള്ള ജ്ഞാനം അറിയുന്നില്ല. അവർ മടങ്ങി വരുന്നില്ല. യഹോവയെക്കുറിച്ചുള്ള ജ്ഞാനമില്ലാത്തവരായിട്ട്, യഹോവയോട് മത്സരിക്കുന്നവരായിട്ട്, മത്സര ബുദ്ധിയുള്ളവരായിട്ട്, മടങ്ങി വരാത്തവരായിട്ട് മാറുന്ന ഒരു ജനത്തെയാണ് നമുക്കിവിടെ കാണുന്നത്. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? അവർ ദൈവവുമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ബന്ധത്തിന് പകരം ബാഹ്യമായിട്ടുള്ള ആചാരങ്ങളെ മാത്രം അനുഷ്ഠിക്കുന്നു. അവർ മറ്റ് എല്ലാവിധമായിട്ടുള്ള തിന്മയും ചെയ്യുന്നു. അതേ സമയത്ത് തന്നെ അവർ ബാഹ്യമായിട്ടുള്ള ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ മാത്രം അവരുടെ ദൈവവിശ്വാസത്തെ, അവരുടെ ആത്മീയതയെ ഒതുക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവം ഇവിടെ ഒരു വലിയ വിളിയാണ് അവർക്ക് നൽകുന്നത്, മടങ്ങി വരുവാനായിട്ട്. അവരുടെ ഇതായിട്ടുള്ള സ്വാർത്ഥപരമായിട്ടുള്ള ചിന്തകളിൽ നിന്നും അവരുടെ ജീവിത രീതികളിൽ നിന്നും ഒക്കെ മാറി ദൈവത്തിലേക്ക് മടങ്ങി വരുവാനും ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിയുവാനും ദൈവം പഴയ നിയമത്തിൽ അവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 23-24 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ ദൈവം പ്രകാരമാണ് പറയുന്നത്, ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, എന്നാൽ പ്രശംസിക്കുന്നവർ ദൈവത്തെ അറിയുന്നതിൽ പ്രശംസിക്കട്ടെ. ഇവിടെ ഒരുപാട് ന്യായപ്രമാണത്തെക്കുറിച്ച് അറിയുന്നവരും അതിനെ പഠിച്ചവരും ഒക്കെ അവരുടെ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള അറിവും അവരുടെ നീതിബോധവും ഒക്കെ മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കുന്നതിനെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ജ്ഞാനികളാണ്, നിങ്ങൾ അറിവുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രശംസിക്കരുത്. നിങ്ങൾ യഥാർത്ഥമായിട്ട് ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ, ദൈവവിശ്വാസത്തിലേക്ക് യഥാർത്ഥമായിട്ട് മടങ്ങി വരുവാൻ, ഈ ദൈവത്തെ അറിയുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠത എന്ന് മനസ്സിലാക്കുവാൻ, മറ്റുള്ളതിനെയെല്ലാം ഛേദമെന്ന് എണ്ണുവാൻ, മറ്റുള്ള ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സ്വാർത്ഥമായിട്ടുള്ള തിന്മയായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകാതെ ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ഒരു വലിയ വിളിയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ഇപ്രകാരം ഈ ഇസ്രായേൽ ജനം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ തങ്ങളുടേതായിട്ടുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടി, ആഗ്രഹങ്ങൾക്ക് വേണ്ടി, ലാഭത്തിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടി ഓടുന്ന ഒരു ലോകമായിട്ട് ഇന്ന് നമ്മുടെ ലോകം മാറിയിരിക്കുകയാണ്. നമ്മളിന്ന് പുതിയ നിയമ വേദപാഠഭാഗം വായിച്ച് കേൾക്കുകയുണ്ടായി. അവിടെ നമ്മൾ വായിക്കുന്നത് 2 സ്ത്രീകൾ യേശു അവരുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ അവിടെ മാർത്തയും മറിയയും. മാർത്ത അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവളുടെ സമയം ചെലവാക്കുകയാണ്. എന്നാൽ മറിയ അതേ സമയത്ത് യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നത് എന്തിനാണ്? യേശുവിനെ അറിയുന്നതിന്, യേശുവിൻ്റെ വചനം കേൾക്കുന്നതിന്, യേശു സംസാരിക്കുന്നത് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ മറിയ യേശുവിൻ്റെ അരികിലിരിക്കുമ്പോൾ മാർത്ത ഒരുപാട് തിരക്കുകളിലാണ്. അവൾ ഒരുപാട് ജോലികളിലാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് യേശു അവളോട് പറയുകയാണ്, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ മാർത്തയുടെ ലോകത്തിലാണ് നമ്മളിന്ന് പലപ്പോഴും ജീവിക്കുന്നത്. നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ 2 ഭാഗങ്ങളെ ആയിട്ട് നമുക്ക് ഇതിനെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന നേട്ടങ്ങൾക്ക് വേണ്ടി ഓടുന്നൊരു ലോകം, നമ്മുടെ പോരാട്ടത്തിൻ്റെ ഒരു ലോകം. അങ്ങനെ ഒരു മത്സരത്തിൻ്റെ, തിരക്കിൻ്റെ ഒരു ലോകം നമുക്കുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ശാന്തമായിട്ടിരിക്കുന്ന, ദൈവത്തെ അറിയുന്ന, ദേവാലയത്തിൽ പോകുന്ന, പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ള ഒരു ലോകവും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ 2 ജീവിതത്തിൻ്റെയും ഒരു സംഘട്ടനത്തിലാണ് എപ്പോഴും നമ്മുടെ ജീവിതം ഉണ്ടാകാറുള്ളത്. ഇത് തന്നെയാണ് ഈ ഒരു ഭാഗം നമ്മെ ഓർമ്മിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു 2 ഘട്ടങ്ങളായിട്ട് നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പം ഇവിടെ മാർത്ത എന്താണ് ചെയ്യുന്നത്? ഈ ലോകത്തിലെ തിരക്കുകളിലേക്ക് അവളുടെ ജീവിതം വിടുകയാണ്. ഒരു
തിരക്ക് പിടിച്ച ലോകത്തിലാണ് മാർത്തയുള്ളത്. എന്നാൽ മറിയ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന, അവൻ്റെ ശബ്ദം കേൾക്കുന്നവളായിട്ട് അവൾ അവിടെ ഇരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൽ ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ദൈവം നമ്മോട് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ദൈവം നമ്മോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ മാർത്തയെ പോലെ നമ്മൾ നമ്മുടേതായിട്ടുള്ള തിരക്കുകളിലാണ്, നമ്മുടേതായിട്ടുള്ള പലവിധമായിട്ടുള്ള പോരാട്ടങ്ങളിലാണ് നമ്മൾ പലപ്പോഴും ഉള്ളത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി നമ്മൾ ആ ടെസ്റ്റിനെ പഠിക്കുന്ന സമയത്ത്, മാർത്ത എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്? യേശു ആ ഭവനത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തൻ്റെ ഭവനത്തിൽ വന്നിരിക്കുന്ന യേശുവിനെ ഏത് രീതിയിലും പ്രീതിപ്പെടുത്തുവാനായിട്ട്, അവനെ സൽക്കരിക്കുവാനായിട്ടുള്ള ഒരു വലിയ അധ്വാനത്തിലാണ് മാർത്തയുള്ളത്. അങ്ങനെ പല കാര്യങ്ങൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭവനത്തിലൊക്കെയും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ അവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി, അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി നല്ല ആഹാരവും നല്ല സൗകര്യവും ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ ഒരു ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇവിടെ മാർത്ത ചെയ്യുന്നത് അതുപോലെയാണ്. യേശു ആ ഭവനത്തിലേക്ക് വന്നിരിക്കുകയാണ്, കർത്താവ് ആ ഭവനത്തിലേക്ക് വന്നിരിക്കുകയാണ്. കർത്താവിനെ ഏത് രീതിയിലും സന്തോഷിപ്പിക്കുവാനും പ്രീതിപ്പെടുത്തുവാനും ഒക്കെ വേണ്ടിയിട്ട് അവൾ ഒരുപാട് കാര്യങ്ങൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ യേശു പറയുന്നത്, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുകയാണ് ചെയ്യുന്നത്, ഒന്ന് മാത്രം മതി. ആ നല്ല അംശത്തെ മറിയ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയാണ്. ദൈവത്തെ നമുക്ക് പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കുമോ? ഇതാണ് ഇതിലുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്. നമുക്കെങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കുക? പലപ്പോഴും നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുന്നവരാണ്. പല രീതിയിലും നമ്മളതിന് വേണ്ടി ചെയ്യാറുണ്ട്. നമ്മുടെ ഓഫറിങ്ങിലൂടെയും അല്ലെങ്കിൽ മറ്റ് പല നമ്മുടെ കർമ്മങ്ങളിലൂടെയും സൽപ്രവൃത്തികളിലൂടെയും ഒക്കെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് നമ്മൾ പല രീതിയിലും ശ്രമിക്കാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണ്? ദൈവമാണ്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം, ഈ പ്രപഞ്ചത്തിൽ നിന്നുമാണ് നമുക്കെന്തെങ്കിലും ദൈവത്തിന് കൊടുക്കുവാനായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടേതായിട്ട് നമ്മളൊന്നും ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ സ്വന്തം എന്ന് പറയുവാനായിട്ട് നമുക്കൊന്നും ഈ ലോകത്തിലില്ല. നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകുന്നുമില്ല. അങ്ങനെയുള്ളവരാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ദൈവത്തിന് എവിടെ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്? ദൈവം നമുക്ക് നൽകിയതിൽ നിന്നുമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റേതിൽ നിന്നുമാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മളൊരു മാനുഷികമായിട്ടുള്ള തലത്തിൽ നമ്മൾ പരസ്പരം മറ്റുള്ളവർക്ക് പലതും ചെയ്തു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് പ്രീതിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നത് പോലെ ദൈവത്തെയും പലതും നൽകി പ്രീതിപ്പെടുത്തുവാനായിട്ട് അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുവാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യേശു പറയുന്നത് എന്താണ്? നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുകയാണ് ചെയ്യുന്നത്. നീ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്, എന്നാൽ അതെല്ലാം വിഫലമാണ് എന്ന് യേശു പറയുകയാണ്. അതുകൊണ്ട് ദൈവം നമ്മോട് പറയുന്നത്, ഈ ഇത്തരത്തിലുള്ള മാനുഷികമായിട്ടുള്ള കർമ്മങ്ങളിലും ഇതിലും ഒന്നുമല്ല ദൈവം പ്രീതിപ്പെടുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള നമ്മുടെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തിലാണ്. മറിയയെക്കുറിച്ച് പറയുന്ന സമയത്ത് മറിയ യേശുവിൻ്റെ കാൽപാദങ്ങളിൽ പാദപീഠത്തിൽ ഇരുന്നു അവൻ്റെ വചനം കേട്ടു എന്നാണ്. ഇവിടെ പൗലോസ് പറയുന്നത് പോലെ, ഞാൻ എല്ലാം ഛേദമെന്നുണ്ടെന്നു, എനിക്കുള്ള എല്ലാം, എൻ്റെ എല്ലാ ക്വാളിഫിക്കേഷൻസും ഈ ലോകത്തിന് മുൻപിൽ നിരത്തി വെക്കുവാനായിട്ട് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് എനിക്കുണ്ട്. അത് ഒരുപാട് പ്രിവിലേജസ് എനിക്ക് നൽകുന്നുണ്ട്. ഈ സമൂഹത്തിൽ ഒരുപാട് മാന്യത എനിക്ക് നൽകുന്നുണ്ട്. എന്നാൽ അതെല്ലാം ഞാൻ എന്ത് പറയുന്നു? യേശുവിന് മുൻപിൽ എല്ലാം ഛേദമെന്നെണ്ണുന്നു, ഞാനൊന്നുമില്ലാത്തവനാണ് എന്ന് പറയുന്ന ഒരു പൗലോസിനെയാണ് നമുക്കവിടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ടുള്ള നമ്മുടെ എല്ലാവിധമായിട്ടുള്ള സൽക്കർമ്മങ്ങളും നമ്മുടെ എല്ലാവിധമായിട്ടുള്ള ഓഫറിങ്ങുമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ വിധവ 2 കാശ് ദേവാലയത്തിൽ മണ്ഡപത്തിലിട്ടതുപോലെ, ഭണ്ഡാരത്തിലിട്ടതുപോലെ
നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ അത്തരത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണമാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പൗലോസ് പിന്നീട് പറയുന്നത് ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൽ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ചു ചാവറ് എന്നെണ്ണുന്നു. ഇപ്പോൾ എന്താണ് പൗലോസ് പറയുന്നത്? അവനോട് കൂടെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? അവനോട് കൂടെ മരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുകയാണ്. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. എന്താണ് ക്രിസ്തു? ഈ ലോകത്തിൽ അവൻ വന്നു നമുക്ക് വേണ്ടി അവൻ യാഗമായിട്ട് തീർന്നു. അവൻ നമുക്ക് വേണ്ടി മരിച്ചു. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. അതാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. അതുപോലെ അവനോട് കൂടെ അവൻ്റെ മരണത്തിൽ നമ്മളും എന്ത് ചെയ്യണം? പങ്കാളികളായി തീരണം. എന്തിനു വേണ്ടിയിട്ട്? അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ നമുക്ക് അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പൗലോസ് ഈ ഒരു ആശയം പല ഭാഗങ്ങളിൽ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ അവിടെ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിനോട് കൂടെ ചേരുവാനായിട്ട് സ്നാനമേറ്റവരായ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടിട്ട് അവൻ്റെ പുനരുദ്ധാനത്തിൽ പങ്കുകൊള്ളുവാനും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാനും ആണ് സ്നാനം എന്ന് പൗലോസ് അവിടെ പറയുകയാണ്. അപ്പോൾ ഇവിടെ പൗലോസ് നമ്മോട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് യേശുവിൻ്റെ കഷ്ടമരണത്തിൽ പങ്കാളികളായിട്ട് തീരണം. എന്തിനാണ് യേശു കഷ്ടം അനുഭവിച്ചത്? നമുക്കറിയാം, യേശു കഷ്ടം അനുഭവിച്ചത് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, ഈ ലോകത്തിൻ്റെ വിടുതലിന് വേണ്ടി, വിമോചനത്തിന് വേണ്ടിയിട്ടാണ് യേശു കഷ്ടം അനുഭവിച്ചത്. അങ്ങനെയെങ്കിൽ അവൻ്റെ കഷ്ടമരണത്തിൽ പങ്കാളികളായി തീരുക എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ഈ ലോകത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ കഷ്ടതയിൽ നമ്മളും എന്ത് ചെയ്യണം? പങ്കുചേരണം. അതാണ് പൗലോസിൻ്റെ ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, വിമോചനത്തിന് വേണ്ടി യേശുവിൻ്റെ കഷ്ടതയിൽ നമ്മളും എന്ത് ചെയ്യുക? പങ്കുചേരുക. അതായത് ദൈവത്തിൻ്റെ വേദനയിൽ, ഈ ലോകത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ വേദനയിൽ എന്ത് ചെയ്യുക? നമ്മളും പങ്കുചേരുക. ഈ ലോകത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം എന്ത് വേദനയാണ് അനുഭവിച്ചത്? ദൈവത്തിൻ്റെ വേദന എത്രയായിരുന്നു? അത് നമ്മൾ എന്ത് ചെയ്യുക? അവനോട് കൂടെ അനുഭവിക്കുക. അത് നമ്മളും എന്ത് ചെയ്യുക? തിരിച്ചറിയുക. അപ്പോഴാണ് നമ്മൾ യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുന്നത്. അപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ നമ്മൾ പങ്കാളിയായി തീരുന്നത്. അങ്ങനെ ആ വേദന അറിയുന്നവന് മാത്രമാണ് യഥാർത്ഥ ശിഷ്യനായിട്ട് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നീട് എന്ത് ചെയ്യുക? അവനോട് കൂടെ മരിക്കുക എന്ന് പൗലോസ് പറയുന്നു. ഈ അവനോട് കൂടെ മരിക്കുക, അവനോട് കൂടെ ജീവൻ്റെ പുതുക്കത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നമ്മൾ ഉടനീളം കാണുന്ന ആശയമാണ്. അപ്പം അതിനൊരു പൊതുവായിട്ടുള്ള ഒരു ദൈവശാസ്ത്രമുണ്ട്. അതായത് നമ്മെ തന്നെ കൊല്ലുക. ഇവിടെ പൗലോസ് പറയുന്നുണ്ടല്ലോ, എനിക്കൊരുപാട് എന്തുണ്ട്? ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. എന്നാൽ അതിനൊക്കെ ഞാൻ എന്ത് പറയുന്നു? ഛേദമെന്നെണ്ണുന്നു. അതൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിനൊന്നും ഞാൻ ഗൗനിക്കുന്നില്ല. അതിനെല്ലാം ഞാൻ ഇല്ലാതാക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഞാൻ തന്നെ മരിക്കുകയാണ്. എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ ഇല്ലാതെയാക്കുകയാണ്. തിന്മ നിറഞ്ഞ, പാപം നിറഞ്ഞ, എല്ലാവിധമായിട്ടുള്ള ജഡിക സ്വഭാവങ്ങളുമുള്ള ഞാനെന്ന് പറയുന്ന മനുഷ്യൻ എന്നേക്കുമായിട്ട് മരിക്കുകയും അവൻ്റെ ജീവൻ്റെ പുതുക്കത്തിൽ ഓരോ നാളും ഉയർത്തുന്നേറ്റ് ജീവിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ജീവിതത്തിലുണ്ടാകണം എന്ന് പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ജീവൻ്റെ പുതുക്കത്തിൽ ജീവിക്കുന്ന അനുഭവമായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഇപ്പോൾ പൗലോസ് പറയുമ്പോൾ ഇത് അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഇത് ഞാൻ പിടിച്ചു എന്നല്ല, ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടത് കൊണ്ട് ഞാനതിനെ എന്ത് ചെയ്യാം? പിടിക്കാം എന്ന് ഭാവിച്ചുകൊണ്ട് ഞാൻ ലാക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പൂർണ്ണവാനാണ്, ഞാനെല്ലാം തികഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പൗലോസ് ഒരിക്കലും ഇവിടെ പറയുന്നില്ല. മറിച്ച് ആ രക്ഷയുടെ പൂർണ്ണതയിലേക്കുള്ള ഒരു ഓട്ടമാണ് എൻ്റേത് എന്ന് പൗലോസ് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു മരണം എന്ന് പറയുന്നത് പൗലോസ് പറയുന്നത് പോലെ
അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ട് ജീവൻ്റെ പുതുക്കത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അനുദിനം ഉണ്ടാകേണ്ട ഒരു പ്രക്രിയയാണ്. അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഓരോ ദിവസവും മരിക്കുകയും ഞാനെന്ന് പറയുന്ന അഹത്തെയും എൻ്റെ എല്ലാ തിന്മയെയും എൻ്റെ എല്ലാവിധമായിട്ടുള്ള ജഡിക സ്വഭാവങ്ങളെയും ഓരോ ദിവസവും ഇല്ലാതാക്കുകയും ക്രിസ്തു എന്നിൽ ജീവിക്കുകയും ഒരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന അനുഭവത്തിൽ ഒരു ഡെയിലി എക്സ്പീരിയൻസ് ആണ് നമുക്കുണ്ടാകേണ്ടത്. രക്ഷ എന്ന് പറയുന്നത് അവിടെ പൗലോസ് ഇവിടെ പറഞ്ഞു നിർത്തുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് രക്ഷ പ്രാപിച്ചു എന്നല്ല, അതൊരു ഓൺ ഗോയിങ് ആണ്. അത് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ജീവിതത്തിന് അന്ത്യം വരെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പൗലോസ് പറയുന്നത് അതുകൊണ്ടാണ്. ആ ലാക്കിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇപ്രകാരം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ള, ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ടുള്ള, അവൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് നമ്മെ തന്നെ സറണ്ടർ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഇസ്രായേൽ ജനം ചെയ്തതുപോലെ ആചാരാനുഷ്ഠാനങ്ങൾ ഒരു ഭാഗത്ത്, അതേ സമയത്ത് തന്നെ മറ്റ് അവരുടേതായിട്ടുള്ള അനീതി നിറഞ്ഞ എല്ലാവിധമായിട്ടുള്ള തിന്മ പ്രവൃത്തികളും മറ്റൊരു ഭാഗത്ത് എന്ന രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഓരോ ദിവസവും ഈ കർത്താവിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് അറിയുന്ന, അതാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവാണ് എൻ്റെ ഏറ്റവും വലിയ പരിജ്ഞാനം, അതുമൂലം ഞാൻ എല്ലാം ഛേദമെന്നുണ്ടെന്നു. ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് അറിയുന്ന, ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് അനുഭവിക്കുന്ന, മാത്രമല്ല ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന, അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ട് അവൻ്റെ ജീവൻ്റെ പുതുക്കത്തിൽ ജീവിക്കുന്ന അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായിട്ട് തീരണം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ശക്തീകരിക്കുമാറാട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങളുടെ വചനത്തിൽ അങ്ങ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ വിടുതലിനെ ഞങ്ങൾക്ക് പ്രാപ്തമാക്കി തന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിലപ്പെട്ടത് എന്ന് ഓർക്കുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും ഞങ്ങൾ ഈ ലോകത്തിലെ എല്ലാവിധമായിട്ടുള്ള ആവശ്യങ്ങളാലും പ്രാരാബ്ദങ്ങളാലും പ്രശ്നങ്ങളിലും പോരാട്ടങ്ങളിലും മത്സരങ്ങളിലും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഓട്ടത്തിൽ പലപ്പോഴും ആ ദൈവത്തിൻ്റെ ശബ്ദത്തെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാതെ, ആ ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കാത്തവരായിട്ട് പലപ്പോഴും ഞങ്ങൾ ജീവിക്കാറുണ്ട്. എന്നാൽ കർത്താവേ, അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയെ അറിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ചിന്തിക്കുവാനും, ആ ക്രിസ്തുവിനോട് കൂടെ ചേരുന്ന, ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയായിത്തീരുന്ന, അതിനോടുകൂടെ കുഴിച്ചിടപ്പെട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ഞങ്ങളുടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാനായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്നതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആരാധനയുടെ അവസാനമായി 300-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 3-ാമത്തെയും ചരണം പാടാം. 300-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 3-ാമത്തെയും ചരണം. യേശു നിന്നെ താ എന്നെ വാങ്ങുക. യേശു നിന്നെ താ എന്നെ വാങ്ങുക. പാപസൂക്ഷ്മം പാപസ്ഥൂലം എങ്കരുള്ള ദോഷമു
സമീപത്തിൽ ചേർന്നു നിൽക്കയിൽ നിന്റെ ഗതിനാശ മണ്ണിൽ നീന്നു ഉയർത്തും പാശ ഇന്നും ഞങ്ങളെ ഉയർത്തേണമേ. കർത്താവ് പഠിപ്പിച്ച പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കർത്താതെ ദുഷ്ടം ഞങ്ങൾ വിടുവിക്കണമേ. രാജ്യം ശക്തിയും മാത്രം എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഒടുവിനായ വിശ്വാസത്തോടു കൂടി കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹാശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ആമേൻ. ആമേൻ. Jesus.